സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാക്ക് ഫെമിലിയർ ആയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റാർട്ടപ്പിന്റെ ഡെഫിനിഷൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. റീസെന്റ്ലി ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്ത് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്? നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടപ്പ് എന്നും അല്ലെങ്കിൽ ബിസിനസ് എന്നും 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. പക്ഷേ രണ്ടിലും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തിനാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാക്ക് അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്? കാരണം നമ്മൾ ബിസിനസ്സിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നു. സ്റ്റാർട്ടപ്പിലും സിമിലർ ആണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തിനാണ് ഈ ഒരു പ്രത്യേകമായിട്ടൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്? ഇത് ഇത് ചോദിക്കാനൊരു ഞാൻ പറയാലോ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഇത് തീർത്തും അറിയാത്ത ആൾക്കാര് ചോദിക്കുന്നുണ്ടാവും. അതായത് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ ഇതുവരെ കേൾക്കാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നോർമലി എന്തിനാണ് ഇങ്ങനെ ഒരു 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്? എന്താണ് അതിന്റെ ഡിഫറന്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് സ്റ്റാർട്ടപ്പിന്റെ അതായത് നമ്മളിതിന്റെ ഡെഫിനിഷൻ നോക്കണം. അതായത് ട്രഡീഷണൽ ബിസിനസ് എന്തുകൊണ്ടാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്? ഇനി നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇതിന്റെ ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ. അപ്പൊ ആ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു കാര്യം മനസ്സിലാവും. അപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരുന്നതായിരിക്കണം. അതായത് ഏത് സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നോവേറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഒരുപാട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഇതിലുണ്ട്. അതായത് ഫാസ്റ്റ് ഗ്രോയിങ് ആയിരിക്കണം. ആ രീതിയിലൊക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പോ ഒരു ട്രഡീഷണലി ഉള്ള ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനേക്കാളും 10x ഫാസ്റ്റ് ആയിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മള് ഫസ്റ്റ് കേസ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഇതൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം. രണ്ടാമത് ഇതിൽ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടാണ് ഒരു കമ്പനീനെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്റ്റാർട്ടപ്പ് എന്നാണ്. അപ്പോൾ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ എന്താണ് സ്റ്റാർട്ടപ്പിന്റെ ഡിഫറന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാമ്പിൾസിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഈവൻ നമ്മള് ഏഹ്, എന്താ പറയാ കോർപ്പറേറ്റ് എന്നൊക്കെ പറയുന്ന ഗൂഗിൾ അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ആമസോൺ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ ഇവരൊക്കെ ഒരു കാലത്ത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അതായത് നമ്മളെ മാർക്കറ്റിലുള്ള ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അവർ ബിൽഡ് ചെയ്തെടുത്തത്. അപ്പൊ അതൊക്കെ ഒരു കാലത്ത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു. സ്റ്റാർട്ടപ്പ് ആയതിന് ശേഷമാണ് ഇവരൊക്കെ ഒരു കോർപ്പറേറ്റ് ലെവലിലോട്ട് വന്നത്. പിന്നെ നമ്മൾ റീസെന്റ്ലി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പല സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ കസ്റ്റമറാണ് നമ്മൾ. ഇപ്പൊ നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഉപയോഗിക്കുന്നത്. ഇനി അഥവാ നമ്മളൊരു ക്യാബ് അല്ലെങ്കിൽ ടാക്സി ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സോറി ഊബർ അല്ലെങ്കിൽ ഓല ഉപയോഗിക്കുന്നു. ഇനി റൂം ബുക്കിങ്ങിനാണെങ്കിൽ ഓയോ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ എയർബിഎൻബി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ യൂസർമാരാണ് നമ്മൾ. അല്ലെങ്കിൽ അവരുടെ ഉപഭോക്താക്കളാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ എന്താണ് സ്റ്റാർട്ടപ്പ്? അതാണ് ഇതൊക്കെ അതായത് ഇതൊക്കെ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. ഇന്ത്യയിലാണെങ്കിലും വേൾഡ് വൈഡ് ആണെങ്കിലും. നമ്മള് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. ഇതൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് വന്ന അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് ഉള്ള കമ്പനികളാണ്. അതായത് ഇതൊക്കെ തന്നെയാണ് സ്റ്റാർട്ടപ്പ്. കാരണം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നും പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി സ്റ്റാർട്ടപ്പിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഇങ്ങനെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് വരുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഹ്യൂജ് ഫണ്ടിങ്ങിലോട്ട് സ്റ്റാർട്ടപ്പ് പോകുന്നത്? അതൊക്കെ നമ്മള് നോക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ടപ്പിന്റെ വേറൊരു സൈഡാണ്. അത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമാണെങ്കിൽ അത് നമുക്കറിയേണ്ടി വരും. അപ്പോൾ ഇതില് ഞാൻ പറയുന്നത് വെച്ചാല് സ്റ്റാർട്ടപ്പ് എന്താണ്? അല്ലെങ്കിൽ
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ഈസ് സ്റ്റാർട്ടപ്പ് അത്രേ ഉള്ളൂ. കാരണം നോർമലി അതിൻ്റെ ഡെഫിനിഷൻ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾ. ഇനി നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോണിലുള്ള ഓരോ ആപ്ലിക്കേഷൻസും, അതായത് മിക്ക ആപ്ലിക്കേഷൻസും, എല്ലാം എന്നല്ല, മിക്ക ആപ്ലിക്കേഷൻസും ഓരോ ബ്രാൻഡുകളാണ്, അതായത് ഓരോ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളാണ്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ഹാർഡ്വെയർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഏത് എടുത്തു കഴിഞ്ഞാൽ അതായത് അതിലുള്ള ഹാർഡ്വെയർ പ്രോഡക്ട്സ്, ഇപ്പോൾ ഇന്റൽ അല്ലെങ്കിൽ എൻവിഡിയ ഒക്കെ റീസെൻ്റ്ലി ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളായി വന്നതാണ്. അതായത് ടെക്നോളജിയൊക്കെ ട്രെൻഡിങ് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാല്യുവേഷനിലോട്ട് പോയ കമ്പനിയാണ് എൻവിഡിയ ഒക്കെ. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. അതുമാത്രമല്ല, ഒരുപാട് കാറ്റഗറി ഉണ്ട്. കാരണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് വെറും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ പ്രോഡക്റ്റ് ഇത് മാത്രമല്ല. നമ്മൾ ഇതിനെ കാറ്റഗറി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറി വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പിൽ തന്നെ ഒരുപാട് കാറ്റഗറി. അതായത് ഫിൻടെക്, ഫിൻടെക് എന്ന് പറയുമ്പോൾ ഈ ഫിനാൻഷ്യലി ഉള്ള കമ്പനികൾ, അതായത് ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇനിയിപ്പോൾ നമ്മളെ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചെയ്യുന്ന അതായത് നമ്മളെ ഗൂഗിൾ പേ, ഇതൊക്കെ ഫിൻടെക്കിൻ്റെ കാറ്റഗറിയിൽ വരും. അതേപോലെ എഡ്യൂടെക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ട്രഡീഷണലി ഉള്ള എഡ്യൂക്കേഷൻ പോലും ഇപ്പോൾ ഓൺലൈനിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മളെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഐഡിയ, ഫാസ്റ്റ് ഗ്രോയിങ്, ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ടപ്പിനെ കാണാൻ പറ്റും. അത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനിഷൻ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപഭോക്താക്കളായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരാം.